എൻ്റെ പല്ല് വന്നതാണ്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും അന്നൊരു വ്ളോഗ് എടുക്കുകയാണ്. പ്ലേ ഗ്രൗണ്ട് ആക്കി എടുക്കാനാണ്. ബോള് കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ആയിരിക്കും കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാന്ന് നോക്ക്, എന്തൊക്കെയോ ഉണ്ട്. ചപ്പാത്തി, ബീഫ്, ചിക്കന്, മുട്ട മുതലായ സാധനങ്ങൾ. അമ്മ ട്രെയിനൊരു അടുക്കളയാക്കാണ് ഗൈസ്. ഇവിടെ ചപ്പാത്തി, ചീസ്, ബട്ടർ, പീനട്ട് ബട്ടർ, ചായ, കാപ്പി, ഇങ്ങനത്തെ സാധനങ്ങളില്ല. ടേബിൾ എല്ലാവരും ഗൈസ്. ഞാൻ രാവിലെ ഒരു 9:30 ആയിട്ടായിരുന്നു. ഇപ്പോൾ 10:45 ആയി. ഞാൻ ആദ്യം എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഹാഫ് ഡൺ. അപ്പോഴാണ് ചായ വന്നത്. ചായ ഭയങ്കര കേസ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അപ്പം മോയ്സ്ചറൈസറും സെറമൊക്കെ ഇട്ടു. ഇനി കുറച്ചുകൂടെ ഫേസ് കുറച്ചുകൂടെ ഇതൊക്കെ ട്രൈ ആവും. ഭയങ്കര അലീസയ്ക്ക് ലിപ്സ്റ്റിക്ക് കിട്ടുമെടുത്ത് കണ്ട അലീസ സുന്ദരി. ഒരു പൊട്ട ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. ഇവിടെ ഓക്കെ. ലെമൺ റൈസ്, പിക്കിൾ, പപ്പടം, ചിക്കൻ ഫ്രൈ, കേർഡ്. ഇതാണ് നമ്മുടെ ചോക്കോസ് ഇട്ട പാലൊക്കെയാണ്. അതും വാനില ചോക്ലേറ്റ് ഫ്ലേവർ ചോക്കോസ് ഇട്ട് ചായയാണ് കുടിക്കുന്നത്. ഏബൽ, നീ തന്നെ ഉണ്ടാക്കിയതാണോടാ? തന്നെ ഉണ്ടാക്കിയ ചായ? ഓ ലാസ്റ്റിലാണ് ഏബൽ ചായ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് അലസിക്ക് ഇലുമിനാറ്റി പാട്ട് മാത്രം കേട്ടാൽ മതി. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കളിച്ച് ഇങ്ങനെ ബോളൊക്കെ കളിച്ചിരിക്കുമായിരുന്നു. അമ്മയൊക്കെ അങ്ങനത്തെ സ്ഥലത്താണ്. ഞാനിവിടാണ് ഉള്ളത്. ഞാനിങ്ങനെ പുതച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഏബിളൊക്കെ വന്നത്. അമ്മ ഇവിടെ നമുക്ക് എങ്ങനെയും എത്തിയാൽ മതി. കുറേ ഇവിടെ ചോറ് പറക്കുന്നു, ചായ വീഴുന്നു, അതേപോലെ ഞാൻ കഴിക്കണം. അലീസ ഓ മൈ ഗോഡ്, ഫുൾ ട്രൈ ആണോ? അലീസ ക്യൂട്ട്. ഇങ്ങനെ ഒഴിക്കുക. അലീസ കാണിക്കും. കണ്ണെഴുതി പൊട്ട ഇട്ട് പിന്നെ എന്തൊക്കെയൊക്കെ ഓക്കെ. ഇങ്ങനെ പറയാം. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് സമയം 12 എല്ലാവരും കഴിക്കുകയാണ്. ഞാൻ പറയാം ഇവിടെ വോയിസ് ക്ലിയർ ആണ്. ഞങ്ങൾ പുതിയൊരു ട്രൈപോഡും മൈക്ക് പ്ലേറ്റിൻ്റെ ഉള്ള സാധനം വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ചായ പറയാം. സോ അങ്ങനെ എല്ലാവരും കഴിക്കാനാണ്. എല്ലാവരും കാണിച്ചു അപ്പം അതൊക്കെയാണ് ഗൈസ്. ഞങ്ങൾ മധുരം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരറേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുന്നുണ്ട്. അല്ല അലീസ സ്റ്റോപ്പ് ഡിമാപൂറാണ്. ഞാൻ ഹുണ്ടിയൊക്കെ എടുത്തിട്ടു. ഞാൻ ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് പുറത്ത്.
അടുത്ത സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും പറഞ്ഞു നമ്മളെ പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന പോലെ എല്ലാ താണത്ത് വിറച്ച് ഇവിടെ ചാച്ച് കിടക്കും. അലീസൊക്കെ 2 വശത്തിന്റെ മൊത്തം കേട്ടോ. സമയമില്ല. ശരി എന്ത് ഭീകരവാദി പോലിരിക്കുന്നു. അത് 3 ദിവസം 3 ദിവസം അല്ലേ 3 ദിവസം. അപ്പൊ 3 ദിവസം നമ്മളിങ്ങനെ ഞാൻ ഫോണുണ്ടായിരുന്നു ഒന്നും എടുത്തല്ലേ. അടുത്ത ഷോപ്പിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അടുത്ത ഷോപ്പിൽ ഇറങ്ങുന്നതായിരിക്കും. എങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തി. നമ്മുടെ ഭയങ്കര ടെമ്പറേച്ചർ 22 സംതിങ് ആണ് ഡിഗ്രി. ഞാൻ കോമാളി പോയിട്ടുണ്ടോ? ഇല്ലല്ലേ. എല്ലാ 12 ബാഗ്സ് ഓരോ കയ്യിൽ തൂക്കിയിട്ടേക്കും. ഞാൻ വീഡിയോ എടുത്തു. നമ്മൾ ഡിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ഇപ്പോൾ 7:30 സംതിങ്ങൊക്കെ ആകുമ്പോൾ ബസ് വരും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം, പിന്നെ നമ്മുടെ സ്ഥലത്തോട്ട് പോകണം. അതാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് ഒരാൾ നടക്കുന്നു. പോയിട്ട് എല്ലാവരും ക്ഷീണത്തിൽ. എന്നാലും അലീസ വളരെ ഹോട്ടലിലോട്ട് പോകണം ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ, അതാണ് എല്ലാവരും പുറകിന് വരുന്നുണ്ട് കണ്ടോ. അതാണ് നമ്മുടെ അലീസൊക്കെ നേരത്തെ അമ്മയുടെ കൂടെ നടന്നു. അതിനകത്ത് കയറിയും തോന്നും. അലീസയോട് കളിക്കാണ്. നമ്മളിവിടെ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കഴിക്കാനായിട്ട്. ഞങ്ങൾ തന്തൂരി റൊട്ടി ചിക്കൻ കറിയൊക്കെ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം എത്രയായി? 7:30 കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. വണ്ടി കുറച്ച് ലേറ്റ് ആവും ഞങ്ങളുടെ വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. അലീസ തന്തൂർ റൊട്ടി ചിക്കൻ കറി എത്തിയിട്ടാണ്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്ക് കഴിക്കാം. സന്തോഷത്തോടെ തന്തൂർ റൊട്ടി ചിക്കൻ കറി അച്ചാറ് കഴിക്കുന്നു. എല്ലാം കണ്ടോ കഴിക്കുന്നു. ഞാൻ ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ്. അതാണ് വേബൽ കറി. ഇതെല്ലാം കൂടെ വെക്കാനായിട്ട് നമുക്കൊരു വാൻ വന്നേക്കാണ്. ഇതെല്ലാവരും കൊണ്ട് ഇറങ്ങി താണ്ടിവിട്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണിത്. അതുപോലെ 10:30 ഉണ്ട്. നഗല ന്യൂസ് പേപ്പറാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾ മേലോട്ട് പോവാം. മേളിലൂടെ ഇതാണ് നമ്മുടെ ദിവസത്തെ ട്രെയിൻ യാത്ര ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 3 റൂംസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 2 കട്ടിലുണ്ട്, ഒരു ബാത്റൂം, പിന്നെ ഉള്ള അടുത്ത് ഇവിടെയും 2 കട്ടിലുണ്ട്, ബാത്റൂം സെയിം തന്നെ. ഇങ്ങനെയാണ് എല്ലാം. അപ്പുറത്തും ഗൈസ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ എന്തൊക്കെ ഫുഡ് നോക്കാവേ. ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ എല്ലാവരും. അല്ല, ഏവരും വെള്ളിപ്പോയി. ഞാൻ കുറച്ച് എഴുന്നേച്ചിട്ട് ഞാനിങ്ങനെ ചുമ്മാ പോയി. ഓക്കെ, ഇനി വീട്ടിൽ കഴിക്കാൻ വയ്ക്കാം. ഫുഡ് കഴിക്കുന്നത് അലീസ ഫുഡ് കഴിക്കുകയാണ്. അലീസ നൂഡിൽസ് ഇതൊക്കെ കഴിക്കണം. ചമ്മന്തി ഓംലെറ്റ് കറി ദോശ റൊട്ടി. സോ ലെറ്റ്സ് ഹാവ് ഫുഡ് ഗൈസ്. കുഞ്ഞു റൊട്ടിയാണ്. താമസിക്കുന്നതിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുണ്ട്. നല്ല രസമുണ്ട്. ഇത് രണ്ടാമത് ഞാൻ കഴിക്കും. ഒരു കേക്ക്, ഒരു മാംഗോ, എന്തോ ഒരു ടേഡ്സാണ്. അളിയാ കുറേ പട്ടീസ്. ഏവലൊരു ഇതുമില്ലേ, 6 പട്ടികളുണ്ട്. ഇന്ന് രാത്രി നമ്മൾ വന്നപ്പോൾ എവിടെ അവിടെ കോഴി ഉണ്ടാവും. അവൻ്റെ എന്തോ ലോട്ട് ചോക്ക് പോയി ഓടാതെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്.
നല്ല ഇവിടെ ഇച്ചിരി ഒരു തണുപ്പുണ്ട് കേട്ടോ. വെയിൽ ചുമ്മാ ഇരിക്കുന്നേ ഉള്ളൂ. വെയിൽ അത്ര ചൂടൊന്നുമില്ല, ഭയങ്കര തണുപ്പാണ്. എത്ര ഡിഗ്രി? 24 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് കുറേ കോഴി, കുറേ ബാക്കിലൊക്കെ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെയാണ് വ്യൂ. അവിടെ മണ്ടക്കൊക്കെ മലയാണ്, ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ പുറത്ത് ആസ്വദിക്കാനായിട്ട് വന്നിപ്പാണ്. ഈ ചൂട് വെയിലേറെ നിങ്ങൾ കഴിക്കുന്നത് ഭയങ്കര ചൂടാണ്. ഇല്ല, ചൂടല്ല, തണുത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ. ലൈക്ക് ഇന്നലെ ഫുൾ കാറ്റും മഴയൊക്കെയാണ്. സൺഫ്ലവർ കിട്ടി. ഏബൽ വേവാ, നല്ലൊരു ഗ്രീനറികളുടെ ഫുൾ സ്ഥലമാണ്. ബാക്കിലൊക്കെ മുട്ടയാണ്. ഓക്കെ, ആസ്വദിക്കുന്നത്. അവിടെ കുറേ സാധനങ്ങൾ കാണാം. നാട്ടിലെ പറമ്പ് പോലുണ്ട്. അവിടെ നല്ല കോഴി. ഇവൻ ചെരുപ്പിടാതെ ഏത് ചെരുപ്പിട്ടാണ് വരും? അയ്യോ, പിന്നെ നടക്കണം. ഇവിടെ ഫുൾ വെയിലുണ്ട്, പക്ഷെ അങ്ങനെ ചൂട് അങ്ങോട്ട് അടിക്കുന്നില്ലേ. തണുത്ത കാറ്റടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെയിലുണ്ട് പക്ഷെ ചെരുപ്പ് എവിടെ നിന്ന് കിട്ടി? I think it's the way life changes when in love, yeah. I surround my soul with the positivity. കാരണം അങ്ങോട്ടൊന്നൊന്നുമില്ല. സോ അതുകൊണ്ട് സെൻറ്റ് സേവിയർസ് അമ്മയുടെ പണ്ട് പഠിച്ച സ്കൂളാണ്. അമ്മ എനിക്ക് തോന്നുന്നു 8th സ്റ്റാൻഡേർഡ് വരെ അന്ന വരുന്നുണ്ടെന്ന്. ഗൈസ് അവിടുത്തെ ആൾക്കാരെ കണ്ടോ? പ്രത്യേക വേഷമൊക്കെ ധരിച്ച്, പ്രത്യേക വേഷമൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. അന്ന അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് കണ്ടോ സെൻറ്റ് സേവിയർസ് സ്കൂള്. അമ്മ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ പപ്പയ്ക്ക് അപ്പച്ചനും ഇവിടെ ആയിരുന്ന ജോലി നാഗാലാൻഡിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ പഠിച്ച 8th സ്റ്റാൻഡേർഡ് വരെ അമ്മ നാഗാലാൻഡിലാണ് പഠിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഒരു അമ്മയ്ക്കൊരു റീവിസിറ്റിംഗ് മാതിരിയാണ്. യാ, അവിടെ അസംബ്ലി നടക്കണം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നത് വേറെ പശുവാണ്. കണ്ടോ, പഠിപ്പിച്ച സമയം നല്ല വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ പാടാം. ഏത് വർഷത്തെ പാട്ടാണ് ഇത് അമ്മയുടെ? 1992 അമ്മ പഠിച്ച സ്കൂളാണ് ഗൈസ്. അമ്മയുടെ സ്കൂളിൽ ഇതുപോലെ ഞങ്ങൾ വരുമെന്ന്. അമ്മ പഠിച്ച സ്കൂളിൽ. കാരണം അമ്മ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഏബലിനെ കൊണ്ട്. അവിടെ അറ്റൻഡൻസ് അസംബ്ലിയൊക്കെ കഴിഞ്ഞു. ഇത് പിള്ളേരാണത്. അലീസ മോനെ ഇങ്ങ് വാ. അലീസ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇവിടെ നേരെ പോയി നമ്മൾ താമസിക്കുന്ന കോൺവെൻറ്റും അത് അടുത്തുള്ള അച്ഛൻ്റെ ഗസ്റ്റ് റൂമൊക്കെയാണ്. അന്ന ഭയങ്കര പനി പിടിച്ചിരിക്കുക. ഓക്കെ, പറ അമ്മേ, പറ. കുഞ്ഞു 2 സൈഡിലോട്ടും പോകും. ഓടി വാ, പറമേ. കോളേജ് സ്കൂളിൽ അന്നേരം വന്നത് പിന്നെയും വരൂല. പിന്നെ വേറെ ആൾക്ക് പറഞ്ഞു. And I really thank God for giving me this opportunity. Yeah. And I'm very much thrilled. Yeah, she's very much thrilled. Happy. നമ്മുടെ ബാക്കി പിള്ളേരോട് അനീസ് ഇപ്പോഴേ കഴിച്ചു തുടങ്ങണം. എന്താ അനീസ് കഴിക്കുന്നത്? എന്തൊക്കെയാണ് നോക്കട്ടെ. എന്തോ പാവയ്ക്കാണ് പറയുന്ന, എന്തോ ഡാലാന്ന് തോന്നുന്നു. Mother of mercy, all life in your heart. This is bagel, donuts or omelette, noodles, fish curry, kappa, nice. So let's have breakfast, guys. Hi guys, ഞങ്ങൾ പള്ളി പോയ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ നമ്മുടെ സിസ്റ്ററിൻ്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മുട്ടയാ. We are going to Kohima to meet the bishop and we'll just visit some tourist places. Okay. Nice.
കൊഹിമയിലോട്ട് പോകാനായിട്ട് വണ്ടി കയറാൻ പോവാണ്. അവിടെ ഭയങ്കര ആക്ച്വലി എൻ്റെ ഈ മുടി അറ്റ്ലി അറ്റ്മോസ്ഫിയർ സാധാരണ ഞാൻ ഷോപ്പിലെടുത്തു തണുപ്പാണ് അവിടെ ഭയങ്കര ഞാൻ മുടി എടുക്കുന്നില്ല നമ്മളെ കൊഹിമയിലോട്ട് പോവാം. നമ്മള് ക്യാപിറ്റലായ കൊഹിമയിലാണ് going to Nagaland's capital Kohima. ഗൈസ് ആ ക്രിയേറ്റീവ് വേൾഡ് വീഡിയോ പോയി കാണണം. ഓക്കെ സോ ഗൈസ് മാറിപ്പോയി. നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറിയായിരുന്നു. ക്രിയേറ്റീവ് വേൾഡ് ഹാഷ്ടാഗ് മതിയുടെ കൂടുതൽ കോണക്കുണ്ട് കേട്ടോ. കൂടുതൽ ഫാമിലി ഫൈവ് എന്നാണ് ആക്ച്വലി. നമുക്ക് സീക്രട്ട് സ്വീറ്റ് ഉണ്ട്, സ്പെഷ്യലാണ്. അവൈലബിൾ ഉണ്ട്. ബിഷപ്പിനെ കാണാനായിട്ട് ഡയസ് ഓഫ് കൊഹിമ ഒരു നാഗാസായിട്ട് മാറ്റുവാണ് ബിഷപ്പ്. നമ്മള് നാഗാലാൻഡ് കത്തീഡ്രലിലേക്ക് വന്നേക്കുവാ. കത്തീഡ്രൽ Jesus here is amazing. കണ്ടുള്ള കൊയർ ടീമാണിത്, ഇവിടുത്തെ കൊയർ ടീം. Blue flowers, guys. It's so adorable. So this is the wall cemetery. നമ്മളിവിടെ നാഗാലാൻഡ് വാർ സിമെട്രിയിൽ വന്നേക്കാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോസ് മേളിലൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇനിയുണ്ട് താഴോട്ടുണ്ടോ. അവിടെയാണ് കുറേ പേര്. ഇതൊരു ടെന്നീസ് കോർട്ടാണ്. അവിടെ കണ്ട് ജപ്പാനും കൊഹിമയായിട്ടുള്ള വാർ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. പറഞ്ഞ് കേട്ടത് ഷോപ്പിയാണ്. ഞാനൊരു സ്കേർട്ട് ഇങ്ങനെ മേടിച്ചു, ഒരു മിനി സ്കേർട്ട്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഡ്രസ്സസ് ഉണ്ട്, നല്ല ക്യൂട്ട് ഡ്രസ്സ്. ഇതാണ് മാർക്കറ്റ്. ചന്ത ഇന്നിപ്പോൾ May 6th ആയി കേട്ടോ. എൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഞങ്ങൾ പപ്പയമ്മയും കുറേ ഫാമിലീസൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേറെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞാനും എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ജലൂക്കിനോട് ബൈ പറയാണ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു ഒരു സ്കൂൾ മിഷൻ, ഒരു സ്കൂളാക്കി നമ്മളെ വിളിക്കാൻ ഒരു വണ്ടി വന്നിട്ടുണ്ട്. പണ്ടാണ് ഞാൻ. അപ്പം ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ്. ഞാനും എന്നെ മാത്രം ഡിമാപ്പൂറിൽ ഒരു സ്കൂളിലോട്ട്. അപ്പം സോ ഗൈസ് ഞാൻ ഫുൾ പാക്ക് ചെയ്ത് എൻ്റെ ഒരു കോളേജ് ബാഗുണ്ട്. പിന്നെ ട്രോളി ഉണ്ട്. ട്രോളി അതിനകത്ത് അങ്ങോട്ട് ഇരിക്കുക. ഞാനും പോവാണ് ഞങ്ങൾ.
ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ കുറേ വീട്ടിലൊക്കെ പോയി. അപ്പം ഞങ്ങളിങ്ങനെ കുറേ വീട്ടിലൊക്കെ പോയി അത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോസ്റ്റലിലൂടെ പോകണ്ട. ഇവിടെ ഒരു ഹോസ്റ്റലാണത്. അപ്പോൾ നമ്മളവിടെയൊക്കെ പോയി ഞങ്ങളിനി അന്ന ഈസ് ബ്ലോഗിങ് there. ഇതാകാം സ്പെഷ്യൽ. ഭക്ഷണങ്ങൾ ഇത്രേ ഉള്ളൂ. കായപ്പൊടി അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. ഉള്ള സാധനം കൊണ്ട് നമ്മൾ പരക്കി വെക്കാൻ വെച്ചു. ഇത് സൂപ്പർ. ഇത് കാണുന്ന പോലെ നല്ല ടേസ്റ്റ്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇപ്പം എത്തിയുള്ളൂ. This is why you should not have two YouTubers in one home. So guys, നമ്മൾ മയോണൈസ് സോസ് ഉണ്ടാക്കി മേക്കിംഗ് ദിസ് റൈസ് ഫ്ലോർ. അപ്പം ഞാനിത് ഒറ്റ പിടിയെടുക്കും. ഇങ്ങനെ മിക്സ് 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 മാക്സ് മാക്സ് we make ഒരു സർക്കിൾ with this. And Anna, make space for the new candidate here. ഷോപ്പിങ്ങിൽ വന്നേക്കുവാണ് ഇവിടെ ഡിമാപൂർ ന്യൂ മാർക്കറ്റിൽ. എനിക്കൊരു ബാഗ് വാങ്ങിയ സോ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ബാഗ് അമ്മ ഇങ്ങനെ ബാഗ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ബാഗ് വാങ്ങി, ബ്ലാക്ക് വൺ. അങ്ങനെ കുറേ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിവിടുന്ന് ഭയപ്പെടാൻ ഞങ്ങൾ ഫോർട്ട് മൈൽ ഇപ്പോൾ ഇവിടെ താമസിച്ച് കാർമേജ് സ്കൂളിൽ അവിടെ ഞങ്ങൾ താമസമായിരുന്നു. ഇവിടെ പള്ളിയുണ്ട്, പള്ളി കാണുന്നില്ല. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഞാനും അന്നയും മറ്റേ സ്ഥലത്ത് ഇവിടെ ന്യൂലാൻഡിൽ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു 2 ദിവസം താമസിച്ചു. ഇപ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ചു പോകും. നമുക്ക് ട്രെയിന് ആക്ച്വലി 3:30 അപ്പോൾ പിന്നെ ട്രെയിൻ ഡിലേ ആയിട്ട് ഇപ്പോൾ 7:30 8:30 സംതിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ going back not to Kerala, we are going on the way കൽക്കട്ടയിൽ ഇറങ്ങും. കൽക്കട്ടയിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് സ്റ്റേ ഇല്ല, ഒരു ദിവസം കഴിഞ്ഞ് നൈറ്റിലെ അടുത്ത ട്രെയിനുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇവിടെ ഞാൻ ഈ ഒരു നാഗാലാൻഡ് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.